ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ടോ, ക്രിസ്മസിൻ്റെ ഒരു ചെറിയൊരു പർച്ചേസിംഗ് ആണ്. അപ്പോൾ എനിക്കും പൊന്നടിക്കും മാത്രം എടുക്കുള്ളൂ. ശ്രീകുട്ടിക്ക് പിന്നെ ശ്രീകുട്ടി ഫ്രണ്ട്സിനായിട്ട് ഡ്രസ് കോഡ് ഉള്ള കാരണം ഒരു ടീഷർട്ട് മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഒരു പർച്ചേസിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ക്ഷീണമായതുകൊണ്ട് ഞങ്ങൾ ചായ പിടിക്കാനൊക്കെ വിട്ടത് കഴിഞ്ഞത് നമ്മൾ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഈ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഡെക്കറേഷൻ വർക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ മേടിക്കാൻ പോയത് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാനുള്ള ക്രിസ്മസിൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ കേട്ടോ മേടിച്ചത്. ഇത് എസ്പെഷ്യലി ഈ ഒരു ഗിഫ്റ്റ് അടിപൊളി ഇതൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് നേരെ പിന്നെയും ചായ പിടിക്കാൻ പോയിട്ട് ഇവിടെ ഒരു പുതിയ ഷോപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഒരു വിധത്തിൽപ്പെട്ട കടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചൊരു പഞ്ചാബി സമൂസ ഉണ്ടോ കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ ബോക്സ് പറഞ്ഞിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടായിരുന്നു. അത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, സത്യം പറയാലോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി നമ്മൾ കട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പൊന്നൂട്ടർ ഉടുപ്പാണ് സ്റ്റിച്ച് ചെയ്യണേ. അവൾക്ക് ഉടുപ്പ് മാത്രമാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് തന്നെ ഞാൻ ഉടുപ്പ് അവൾക്ക് തയ്ച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഫൈനലി ഇത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് കറങ്ങാൻ പറഞ്ഞപ്പോഴേക്ക് കറങ്ങി വന്നു കേട്ടോ. അങ്ങനെ സ്കൂളിലെ സെലിബ്രേഷന് പോകുന്ന ഒരു ലുക്കാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ രണ്ടാളും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടിക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമായിരുന്നു, അത് അടിപൊളി. അത് കഴിഞ്ഞിട്ട് ശ്രീയാൻ ഇതാ നേഴ്സറി പോകാനായിട്ട് നിൽക്കാണ്ടോ. വല്ലാത്തൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ആളുടെ നേഴ്സറി പോകാനായിട്ട് നിൽക്കായിരുന്നു. ആദ്യം മടിയൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തിട്ട് വേഗം വരാമെന്ന് പറഞ്ഞപ്പോൾ ആൾ വേഗം ചാടിപ്പടഞ്ഞ് ഒരുങ്ങി വന്നതാണ് കേട്ടോ. അങ്ങനെ അച്ഛമ്മയ്ക്ക് ഇതേ ടാറ്റ കൊടുത്തിട്ട് അച്ഛൻ്റെ കൂടെ വണ്ടിയും ഇതേ കയറി. അങ്ങനെ ഞങ്ങൾ നേഴ്സറി കയറണ്ടേ എന്നുള്ളൊരു ചിന്തയിലാണ് ആൾ നിൽക്കണേ. അങ്ങനെ കുറേ പിള്ളേരനൊക്കെ കണ്ടപ്പോൾ പിന്നെ അകത്തേക്ക് കയറി. അങ്ങനത്തെ ക്രിസ്മസിൻ്റെ പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ടീച്ചർ. അങ്ങനെ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ എല്ലാവരും വൈറ്റ് ആൻഡ് റെഡ് കളറിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രീയാൻ ഒരു ഹാപ്പി ഇല്ലാതെ ഇരിക്കുകയാണ് കേട്ടോ. എന്നെ കൊണ്ടുപോകുമോ അതോ ഇവിടെ ഇരുത്തോ എന്നുള്ളൊരു ഭയങ്കര ഒരു ആലോചന ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത് കേക്ക് കട്ടിങ് ആണ്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻ വർക്ക് ചെയ്തിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റിൻ്റെ കൈമാറ്റം നടക്കലാണ് കേട്ടോ. ശ്രീയാനെ കിട്ടിയതൊരു സത്യം പറഞ്ഞെങ്കിൽ പേരറിയില്ല കേട്ടോ. ആ കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ശ്രീയാനെ എടുത്ത കുട്ടിയാണ് നമ്മുടെ ഇവാനിയ, നമ്മുടെ ഏട്ടൻ്റെ മോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവാനിയയ്ക്ക് ഗിഫ്റ്റ് കൈമാറാണ്. ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും ഗിഫ്റ്റൊക്കെ കൈമാറി ഒരു ഹഗ്ഗൊക്കെ കൊടുത്തിട്ട് അവരങ്ങോട്ട് പിരിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ശ്രീയാൻ്റെ ഗിഫ്റ്റ് വീട്ടിൽ വന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ഗിഫ്റ്റാണ് കേട്ടോ.